നമ്മുടെ BRP ഭാസ്കർ, കേരളത്തിലെ ഏറ്റവും തരം കൂടുന്ന ആദരണീയനായ മാധ്യമ പ്രവർത്തകനായിരുന്ന BRP, അദ്ദേഹം എന്നോട് തന്നെ ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്തസ്ഥലമാണ്. അവിടെ നിന്ന് എന്തും പറയുന്നവർക്കാണ് അവിടെ സ്വീകാര്യത ഉണ്ടാവുക. അല്ലാതെ സത്യവും അല്ലെങ്കിൽ ആ മാധ്യമ ധർമ്മവും നോക്കിയാൽ അവിടെ ചിലപ്പോ നമ്മുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടെന്ന് വരില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും വെച്ച് കഴിഞ്ഞാൽ BRP പറഞ്ഞത് ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. അത് അതിലെ ഓരോ വാക്കും സത്യമാണ്. ഇതൊരു ചന്തസ്ഥലമാണ്. അവിടെ ഉച്ചത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ഉച്ചത്തിൽ തെറി വിളിക്കുന്നവൻ ഏറ്റവും അവന്റെ എത്തിലേക്ക് പോകും. തെറി എന്ന് നമ്മൾ പറയുമ്പോൾ തെറി വാക്കുകൾ എന്ന് പറയുന്ന ആ വാക്കുകളിലല്ല, തെറി നമുക്ക് പലതരത്തിൽ പറയാമല്ലോ. സഭ്യമായ ഭാഷയിലൂടെ തെറി പറയാം. അപ്പോ ഉച്ചത്തിൽ തെറി പറയുന്നവരാണ് ഇന്ന് ഏറ്റവും മിടുക്കലായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിജയിക്കുന്നവർ. ഈ വിജയം എന്ത് പരാജയം എന്ത് എന്നുള്ള സാധനത്തിൽ നമ്മൾ പുനർനിർവചിക്കണം. ഈ പറയുന്ന വിജയമാണോ വിജയം? അതല്ല, ഒരുപക്ഷെ വലിയ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുന്ന പരാജയമല്ല യഥാർത്ഥ വിജയം എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ പരാജയപ്പെടുന്നതിന് അത് മറ്റൊരു തരത്തിലുള്ള വിജയമാണ്. അത് സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ എവിടെയെങ്കിലും സൃഷ്ടിക്കുന്ന ആ സമൂഹത്തിലേക്ക് പരക്കുന്ന കുറെ തരംഗങ്ങളെ സൃഷ്ടിക്കാൻ ഈ പരാജയപ്പെടുന്ന സംഘടനകൾക്ക് കഴിയും. അതുകൊണ്ട് ഏത് പരാജയപ്പെട്ടാലും ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടാലും ഞങ്ങൾക്കൊരു വിഷമമില്ല. അത് ഈ ചന്തസ്ഥലത്ത് നിന്നേതായാലും തെറി പറയാൻ നമ്മളോട് തീരുമാനിച്ചിട്ടുമില്ല. പക്ഷേ അതിന്റെ ഉള്ളടക്കം അത് പോപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അത് സ്വീകരിച്ച കുറെ ആളുകൾ ആ ഉള്ളടക്കം ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വളരെ അപ്രതീക്ഷിതമായി എഴുടത്തെ കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടേക്കോ ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയാൽ ഇപ്പോഴും അത്തരത്തിലുള്ള വീഡിയോക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കാലം ഇതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ലോകം മുഴുവൻ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുക. അത് തീവ്ര വലതുപക്ഷം ആണ്. നമുക്ക് ഇന്ത്യയിലായിരിക്കും അറിയാം. അപ്പൊ ആ ഒരു വലതുപക്ഷ ആശയം മേൽക്കൈ നേടുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഈ പറയുന്ന ഗൗരവമേറിയ മാധ്യമപ്രവർത്തനങ്ങളൊക്കെ പറയുന്നതിനെ പിൻപറ്റാൻ ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ മറ്റൊരു പ്രവണത നമ്മുടെ മാധ്യമത്തിലുള്ള പ്രേക്ഷകരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ വസ്തുനിഷ്ഠമായ വാർത്തകൾ കൊടുക്കുന്നു, നല്ല വാർത്ത, സത്യമായ വാർത്ത കേൾക്കണമെന്നൊക്കെയാണ് എല്ലാവരും പറയാം. പക്ഷെ അതിലിപ്പോ പുതിയൊരു അർത്ഥം കൂടെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ സത്യം എന്ന് പറയുന്നത് ഞാൻ ഏത് പക്ഷത്താണോ ആ പക്ഷം പറയും. നിങ്ങൾ എന്റെ പക്ഷം പറയുക കൂടി ചെയ്താലേ അതിന് കാഴ്ചക്കാരുണ്ടാവുള്ളൂ. ഇതിന് ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ജനം TV നമ്മുടെ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള ആ പ്രശ്നം കേരളത്തിലെ വലിയ പ്രശ്നമായി വന്നതാണ്. ആ സമയത്താണ് ജനം TV ശ്രദ്ധിക്കപ്പെടുമ്പോഴത്തേക്കും കേരളത്തിൽ. ജനം TV ഒരു ഘട്ടത്തിൽ 2ാം സ്ഥാനത്ത് റേറ്റിംഗ് വരെ വന്നു. അപ്പോ ജനം TV ഈ ഭക്തന്മാരുടെ വേർഷൻ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ പല തലങ്ങളിൽ നിങ്ങൾക്കൊരു പൊസിഷനുണ്ട്. ആ പൊസിഷനെ എൻഡോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ശരിയാവുന്നുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പുതിയ തരം മാധ്യമ വിമർശനം കൂടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ ഈ കാലത്ത് നിങ്ങൾ സത്യത്തെ മാത്രം പറഞ്ഞുകൊണ്ട് പറ്റുന്നില്ല. അത് എനിക്ക് തോന്നുന്നു അത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മുടെ ഈ ലോകത്തും എമ്പാടും വ്യാപിക്കുന്ന ഒരു തരം രാഷ്ട്രീയത്തിന്റെയും അത് ഇന്ത്യയിൽ അതിന് വേറെ തരത്തിൽ മൂർത്ത രൂപം കൈവന്നിരിക്കുന്ന ഒരവസ്ഥ. അതിന്റെ പലതരങ്ങളായിട്ടുള്ള ഈ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേരളം ഇതിനകത്ത് പെടുന്നതാണ്. കേരളത്തിലും ഇത് വളരെ ശക്തമായി തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ആയിരിക്കെ തന്നെ ഈ ഞാനിപ്പോ പറഞ്ഞ ഈ പ്രശ്നത്തെ വിമർശന ബുദ്ധിയോട് നോക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലം ഇപ്പോഴും കേരളം തന്നെ ആയിരിക്കും. ഈ അതിന് തൊട്ട് മുമ്പ് ഈ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തനത്തിന് മുമ്പ് വളരെ വർഷങ്ങളിലെ ദൃശ്യമാധ്യമ പരിചയത്തിന് ശേഷം തോമസേട്ടൻ ജോലി ചെയ്തത് പിന്നെ സിൽ തോമസ് എന്ന മാധ്യമ പ്രവർത്തകൻ ജോലി ചെയ്ത് മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. തീർച്ചയായിട്ടും ആ സ്ഥാപനത്തെ കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും കേരളീയ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. മീഡിയ വൺ തികച്ചും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയുടെ ഒരു ചാനലാണ്.
അതിന് കൃത്യമായ അജണ്ടയുണ്ട്. കൃത്യമായ അജണ്ട വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അതിന് പല ചാനലുകൾ പലതരത്തിലുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വളരെ ഇടതുപക്ഷ രാഷ്ട്രീയം സൂക്ഷിച്ചിരുന്ന ഒരാളെന്നുള്ള തരത്തില്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള തരത്തില് മീഡിയ വണ്ണിലെ അനുഭവം അല്ലെങ്കിൽ മീഡിയ വൺ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് ആ കടന്നു വന്ന വഴിയിലെ മാധ്യമകാലത്ത് എങ്ങനെ രേഖപ്പെടുത്തും അല്ലെങ്കിൽ എങ്ങനെ അടയാളപ്പെടുത്താൻ കഴിയും? അതിൽ ഞാനൊരു എങ്ങനെയാണ് മീഡിയ വണ്ണി തുടങ്ങിയതെന്ന് തുടങ്ങിയാലത് വ്യക്തമാവുന്നു. ഒരുപക്ഷെ അനുബന്ധിക്കൊണ്ടിരുന്നത് എൻ്റെ മീഡിയ വണ്ണിലെ ആദ്യ ദിവസം തുടങ്ങുന്നതിന് മുമ്പുള്ള മീഡിയ വണ്ണുമായിട്ട് മീഡിയ വണ്ണിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ അനുഭവം ഉയർത്തിയ ഇപ്പോൾ പറഞ്ഞ തലമുറകൾക്കും അത് സംബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പുകാരുമായിട്ട് ഞാൻ വളരെ ദീർഘമായ ചർച്ചകൾ നടത്തി. അതിൽ എൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് ഒരു വീഴ്ചയും വരില്ല എന്ന ചർച്ചകളിൽ നിന്ന് എനിക്ക് ഉറപ്പുകിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മീഡിയ വണ്ണി ഞാൻ ചേരാൻ കോഴിക്കോട് എത്തുമ്പോൾ ആദ്യം മാധ്യമത്തിലെല്ലാം പോകുന്നു. ഹിറ സെന്ററിലാണ് അവിടെ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും മീഡിയ വണ്ണിന്റെ ചെയർമാനുമായ ടി ആരിഫലി, മാധ്യമ ഗ്രൂപ്പ് അതിന്റെ ഗ്രൂപ്പ് എഡിറ്ററായിട്ടുള്ള ഇവർ രണ്ടുപേര് അവരെ എന്നെ ഒരു കത്തി വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവര് എൻ്റെ കയ്യിലേക്ക് ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് നമ്മുടെ പോളിസിയാണ്. ഈ പോളിസി ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് വായിച്ചു നോക്കിയിട്ട് തോമസിന് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്ന് അബ്ദുൽ സാഹിബ് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഒരു മണിക്കൂർ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിലെ കാര്യമായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും ഒഴിവാക്കാനില്ല. ഞാനവരോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ മനസ്സിൽ ആലോചിച്ചത്, എൻ്റെ കയ്യിൽ പണമുണ്ടാവുകയും ഞാനൊരു മാധ്യമ സ്ഥാപനം തുടങ്ങുകയും ചെയ്താൽ അതിനുവേണ്ടി എന്താണോ എഴുതി വെക്കുന്ന അതേ പോളിസി ആയിരുന്നു. അതിന് ഞാൻ ആകെ ചേർത്തത് പ്രൊഫഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിലൊന്നും ചില കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യും. അത് ഈ നയം സംബന്ധിച്ച് വാസ്തവത്തിൽ നയത്തിന്റെ ഭാഗമായിട്ട് വന്നു പറഞ്ഞാൽ നമ്മുടെ ക്യാമറയൊക്കെ ഉപയോഗിക്കണം, ക്യാമറ ആംഗിളുകളെ കുറിച്ചിട്ടൊക്കെ ചില സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അങ്ങനെയല്ല അത് പോകുന്നത്. അങ്ങനെ ചില കാര്യങ്ങളല്ലാതെ ഒന്നും എനിക്ക് അതിനകത്ത് ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ആ വഴിക്ക് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം, ഞാൻ എൻ്റെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും പുഷ്കരമായ കാലഘട്ടം വെച്ചാൽ ഐഡിയോളജിക്കൽ തലത്തിലും അതിൻ്റെ പത്രപ്രവർത്തന സംബന്ധമായി നമ്മൾ പുലർത്തുന്ന ഒരാശയം, ആ ആശയത്തിന്റെ തലത്തിൽ ഏറ്റവും സിങ്ക് ചെയ്തിട്ടുള്ളത് ശശികുമാർ വഹിക്കാണ്. ഏഷ്യാനെറ്റ് കാലത്ത് ശശികുമാർ. അതിനുശേഷം ഞാൻ ഏറ്റവും സ്വതന്ത്രനായി എൻ്റെ ആശയം കൃത്യമായും പ്രതിഫലിപ്പിച്ചും വർക്ക് ചെയ്തിട്ടുള്ളത് വിജയമുണ്ട്.